നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. നിറമരുത്തൂർ പാലിയേറ്റീവ് കെയറിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. വയനാട് ദുരന്തം. നിലമ്പൂർ മേഖലയിലെ തിരച്ചിൽ തുടരുമെന്ന് മന്ത്രി കെ രാജൻ. മുപ്പത്തഞ്ച് വർഷത്തിനു ശേഷം ഓർമ്മകൾ അയവിറക്കി പഴയ 10ാം ക്ലാസ്സുകാർ. ശ്രദ്ധേയമായി നീലപ്പാവാട പൂർവ്വ വിദ്യാർത്ഥി സംഗമം. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി CITU ബസ് തൊഴിലാളി യൂണിയൻ തിരൂർ ഏരിയ കമ്മിറ്റി. ഇത്തവണ ഓണം മയൂരിയോടൊപ്പം. ഒന്നല്ല 2 ദിവസത്തെ ഓണം മെഗാ ഡേ ആൻഡ് നൈറ്റ് സെയിൽ മയൂരിയിൽ. വിശദമായ വാർത്തകൾ. മയക്കുമരുന്ന് കടത്ത് അടിപിടി കേസുകളിലെ പ്രതിയായ തിരൂർ BP അങ്ങാടി സ്വദേശി പോക്കയിൽ വീട്ടിൽ ഷെബിനെ കാപ്പ നിയമം ചുമത്തി നാടുകടത്തി. 6 മാസക്കാലത്തേക്കാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വയനാട്, മലപ്പുറം ജില്ലകളിൽ MDMA വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കുറ്റകൃത്യങ്ങളിൽ ഷെബിൻ ഉൾപ്പെട്ടതായി പോലീസ് പറഞ്ഞു. അവസാനമായി MDMAയുമായി തിരൂർ പോലീസ് പിടിയിലായ ഷെബിൻ 2 മാസം മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ IPSന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ S അജിത ബീഗം IPS ആണ് ഉത്തരവിറക്കിയത്. 6 മാസക്കാലത്തേക്കാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ച് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതായ കുറ്റവുമാണ്. വെട്ടം ന്യൂസ്, തിരൂർ. നിറമരുത്തൂർ പാലിയേറ്റീവ് കെയറിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. നിറമരുത്തൂർ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് KM കാസിം ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CMC ഖാദർകുട്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. നിറമരുത്തൂർ പാലിയേറ്റീവ് കെയറിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം CMC ഖാദർകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പോളാട്ട്, വാർഡ് മെമ്പർ ശ്രീധരൻ, ഡോക്ടർ K അബ്ദുറഹ്മാൻ, CMC യൂസഫ്, ജമാൽ കലന്തർ, VV അബ്ദുൾ സലാം, മൂസക്കുട്ടി മങ്ങാട്ടിൽ, PA റഷീദ്, MK മജീദ് മാസ്റ്റർ, VM കാസിം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിന് മുന്നോടിയായി പാലിയേറ്റീവ് ഹാളിൽ SIPയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നു. ചിത്രരചന, ദേശഭക്തിഗാനം, ക്യുസ് എന്നീ മത്സരങ്ങളാണ് നടന്നത്. പരിപാടിക്ക് മുഹത്തസം ബില്ല, ഹമീദ് പാറയിൽ, CMC അർഷാദ്, ആയിഷ മിസ്ന, ഷഹനാസ് റാസിഖ്, നബീല ടീച്ചർ, ഷാഹിന കാളാട് എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, നിറമരുത്തൂർ. വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ദൗത്യം 2 ജില്ലകളുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിലമ്പൂർ ഭാഗം ഉൾപ്പെടുന്ന ചാലിയാറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഡൗൺ സ്ട്രീമിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങൾ നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലയിലെ സേനാംഗങ്ങളും റവന്യൂ ഉൾപ്പെടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ആലോചന നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇതിനെ തുടർന്ന് ചേർന്നത്. പോലീസും ഫയർഫോഴ്സും NDRFും ഫോറസ്റ്റും റവന്യൂ ഉൾപ്പെടെ അണിചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ആലോചനയാണ് നടന്നത്. നിലമ്പൂരിൽ ചൂരൽമലയിലാണ് ദുരന്തമുണ്ടായതെങ്കിലും
നമ്മളിപ്പോൾ 442 ബോഡിയും ബോഡി പാർട്ടും കൂടി കിട്ടിയതിൽ ബോഡി പാർട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ്. അതായത് ചൂരൽമല ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി 211 എണ്ണത്തിൽ 173 നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ DFO തന്നെ പറഞ്ഞത് അവിടെ 3 മണിക്ക് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിനു ശേഷം ഏതാണ്ട് 5:30 മൃതശരീര ഭാഗങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരവിദ്യയായിട്ടുള്ള പുഴയുടെ യാത്ര കായത്രിയിൽ നിന്ന് ചാലിയാറിലേക്ക്, ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. തെരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ 4 പോർഷനുകളാണ്, പ്രത്യേക 4 ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത്. മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർമുക്ക് വരെ, ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ, ഇങ്ങനെ 4 പോർഷനുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത്. ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈയെടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. നല്ല പ്ലാൻഡ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന വളരെ സംതൃപ്തികരമാണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ആലോചന കൂടി നടന്നപ്പോൾ സാൻഡ് ബെഡുകളുള്ള സ്ഥലങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ണ് വന്ന് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, നേരത്തെ ഉണ്ടായ പാറയുടെ അരികുവശങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കാൻ, ഏതാണ്ട് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡുള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും. കൃത്യമായ ഏകോപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും നേതൃത്വം, അത് പോലീസാണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും SOG ആണെങ്കിലും NDRF ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും കുറ്റമറ്റ വിധത്തിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അണിനിരത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ബീപ്പിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988-89 SSLC ബാച്ച് സംഗമം നീലപ്പാവാട സഹപാഠികൾക്ക് മധുരിക്കുന്ന ഓർമ്മയായി. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹപാഠികളുടെ 3.5 പതിറ്റാണ്ടിന് ശേഷമുള്ള ഒത്തുകൂടൽ വികാരനിർഭരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു. സൗഹൃദങ്ങളുടെ മണമുള്ള ഗൃഹാതുരത്വമുറങ്ങുന്ന ഗേൾസ് ഹൈസ്കൂളിന്റെ പൂഴിപ്പരപ്പിലൂടെ നടന്നു നീങ്ങുമ്പോൾ 3.5 പതിറ്റാണ്ടിന് മുമ്പത്തെ മധുരമൂറുന്ന ഓർമ്മകളിലായിരുന്നു പലരും. നിറഞ്ഞ മനസ്സുമായി പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തിയപ്പോൾ പഴയ ക്ലാസ് മുറികളും മൈതാനവും ഏറെ ആവേശത്തോടെ കണ്ടു. ഓർമ്മകൾ ബാക്കിവെച്ച് അക്കാലത്തിൽ പൊലിഞ്ഞുപോയ സഹപാഠികളെയോർത്ത് ആ മനസ്സുകൾ നൊമ്പരപ്പെടുന്നതും കാണാമായിരുന്നു. ബീപ്പിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988-89 SSLC ബാച്ച് സംഗമം നീലപ്പാവാട സഹപാഠികൾക്ക് മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ് സമ്മാനിച്ചത്. പഴയ ക്ലാസ് റൂം തുറന്നു കിട്ടിയതോടെ ഫസ്റ്റ് ബെല്ലടിച്ചാൽ ക്ലാസ്സുകളിലേക്ക് ഓടിക്കയറി ബെഞ്ചിലിരുന്ന് കൂട്ടുകാരികളോട് കൊച്ചു വർത്തമാനം പറഞ്ഞ ആ പഴയ പ്രതീതി, ഓരോരുത്തരും പഴയ കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ അവർ ആ പഴയ കുട്ടികളായി. ലാണ് വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത്. CM ജസീന, PK ജസീം, ഷബീബ, അബ്ദുൽ ലത്തീഫ് എന്നിവർ സംഗമത്തിന് ചുക്കാൻ പിടിച്ചു. കുറഞ്ഞ സമയത്തെ തയ്യാറെടുത്തു. വിവിധ മേഖലകളിൽ വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെയായി ആ പഴയ തിരുമുറ്റവും കൂട്ടുകാരികളെയും കാണാൻ 40 പേരാണ് നീലപ്പാവാട എന്ന് പേരിട്ട സംഗമത്തിൽ സംഗമിച്ചത്. ഇനിയും വേണം ഇതുപോലൊരു സംഗമം. കൂടുതൽ പേരെ സംഘടിപ്പിക്കണം. സഹപാഠികൾക്ക് താങ്ങായും തണലായും നിഴല് പോലെ കൂടെ വേണം. തീരുമാനങ്ങളെടുത്ത് പിരിയുമ്പോൾ എല്ലാവർക്കും ലാസ്റ്റ് ബെല്ലടിച്ച് ക്ലാസ് വിട്ട് പോരുന്ന പ്രതീതിയായിരുന്നു.
ബെറ്റർ ന്യൂസ് പാലക്കാട്. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി CITU ബസ് തൊഴിലാളി യൂണിയൻ തിരൂർ ഏരിയ കമ്മിറ്റി. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി 10 ബസ്സുകളാണ് തിരൂരിൽ നിന്നും സർവീസ് നടത്തുന്നത്. അനുബന്ധമായി ബസ് സ്റ്റാൻഡിൽ സംഗീത വിരുന്നും സംഘടിപ്പിച്ചു. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി 10 ബസ്സുകൾ തിരൂരിൽ സർവീസ് നടത്തുന്നതോടൊപ്പം ബസ് സ്റ്റാൻഡിൽ സംഗീത വിരുന്നും ഒരുക്കിക്കൊണ്ടാണ് CITU ബസ് തൊഴിലാളി യൂണിയൻ തിരൂർ ഏരിയ കമ്മിറ്റി മാതൃകയാവുന്നത്. പൗർണമി തിങ്കൾ വന്നു തെളിഞ്ഞു രാവുമുണർന്നു മൃദുസ്മേര വീതിയിലാറാടി എല്ലാം മറന്നപ്പോൾ നീ ചൊല്ലി മലരും മധുവും പോലെ മഞ്ഞും കുളിരും പോലെ ജന്മം ഒരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു. വന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ ഭയക്കേണ്ട ചെല്ലും ഇലാവുണ്ട് കൂടെ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമായി പടച്ചവനല്ലേ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമായി പടച്ചവനല്ലേ ഉടുപ്പിട്ടു മൂടൂ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി T ഷാജി, ഗായകൻ ഫിറോസ് ബാബു, ഗായകൻ മുഹമ്മദ് റാഫി, ജാഫർ ഉണ്ണിയാൽ, സിറാജ് എന്നിവർ സംസാരിച്ചു. റാഫി കൂട്ടായി, ഫൈജ, സുബൈർ, മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. മലപ്പുറത്തിനെ ആവേശം കൊള്ളിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ഓണം മെഗാ ഡേ ആൻഡ് നൈറ്റ് സെയിൽ മയൂരി, തിരൂർ, പെരിന്തൽമണ്ണ, എടക്കര ഷോറൂമുകളിൽ കളമൊരുങ്ങുന്നു. 1 2 ദിവസത്തെ ഓണം മെഗാ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ഓഗസ്റ്റ് 17, 18 തീയതികളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെ മലപ്പുറം ഇതുവരെ കാണാത്ത മയൂരിയുടെ സ്പെഷ്യൽ ഓണം മെഗാ 2 ഡേയ്സ് ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഉപകരണങ്ങൾക്ക് 60% വരെ വിലക്കുറവ്. മയൂരിയുടെ ഓണം ക്യാമ്പയിന്റെ ടാഗ് ലൈൻ പോലും ഇതിലും വിലക്കുറഞ്ഞത് ലഭിക്കില്ല എന്നാണ്. ഈ ഓണത്തിന് 10 കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായിട്ടാണ് മയൂരി വരുന്നത്. അപ്പച്ചട്ടി 199 രൂപ മുതൽ, തവ 199 രൂപ മുതൽ, കെറ്റിൽ 399 രൂപ മുതൽ, അയൺ ബോക്സ് 399 രൂപ മുതൽ, 23 പീസ് ഡിന്നർ സെറ്റ് 1390 രൂപ മുതൽ, ഇൻഡക്ഷൻ കുക്കർ 999 രൂപ മുതൽ, 4990 രൂപ മുതൽ, 3 സീറ്റർ സോഫ, 2 ഡോർ അലമാര, സ്പ്രിംഗ് ബെഡ് ബെഡ്റൂം സെറ്റ് 19,990 രൂപ മുതൽ. മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു മെഗാ ഓണം ഡേ ആൻഡ് നൈറ്റ് സെയിൽ നടന്നിട്ടുണ്ടാവില്ലെന്ന് മാനേജ്മെന്റ് പറയുന്നു. ബിസിനസ് ഡെസ്ക് വെട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.